नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 53, പേജ് നമ്പർ 508. മര്യാദയുടെ പേരിൽ ചില രാജാക്കന്മാർ ശിശുപാലൻ്റെ മുന്നിലെത്തി. ഭാര്യ നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ തീർത്തും ഉത്സാഹശൂന്യനായിരുന്നു. അയാളുടെ മുഖം ഉണങ്ങി വരണ്ടു. അയാളുടെ സർവശക്തിയും നഷ്ടപ്പെട്ടിരുന്നു. ശരീരത്തിൻ്റെ തിളക്കം അപ്രത്യക്ഷമായി. അവർ ശിശുപാലനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ശിശുപാല, ഇങ്ങനെ നിരാശനാകാൻ പാടില്ല. നീ രാജവംശത്തിൽ പിറന്നവനാണ്, യോദ്ധാക്കളിൽ പ്രമുഖനുമാണ്. നിന്നെപ്പോലുള്ള ഒരാൾക്കു സുഖദുഃഖങ്ങളുടെ പ്രശ്നമേയില്ല. കാരണം ഈ പറഞ്ഞ ഒരവസ്ഥയും സ്ഥിരമല്ല. ധൈര്യം സംഭരിക്കൂ. ഈ താത്കാലികമായ തിരിച്ചടിയിൽ നിരാശനാകരുത്. എന്തൊക്കെയായാലും അന്തിമ കർമ്മം നിർവഹിക്കുന്നത് നാമല്ലല്ലോ. ഇന്ദ്രജാലക്കാരൻ്റെ കയ്യിൽ ആടിക്കളിക്കുന്ന പാവകളെപ്പോലെ നാമെല്ലാം സർവേശ്വരൻ്റെ ഇംഗിതമനുസരിച്ചു നൃത്തം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ തൃപ്തിക്കനുസരണമായി മാത്രമേ നമുക്ക് സുഖദുഃഖങ്ങളുണ്ടാകൂ. അതു രണ്ടും എല്ലാ പരിതസ്ഥിതിയിലും ഒപ്പത്തിനൊപ്പമായിരിക്കുകയും ചെയ്യും. പരാജയം എന്ന ഈ മഹാവിപത്തിനെല്ലാം കാരണം രുക്മിണിയുടെ മൂത്ത സഹോദരനായ രുക്മിയുടെ പകയാണ്. ശിശുപാലനെ കൊണ്ടു വിവാഹം കഴിപ്പിക്കാനുറച്ചിരുന്ന സഹോദരിയെ കൃഷ്ണൻ ബലാത്കാരമായി തട്ടിക്കൊണ്ടു പോകുന്നതു കണ്ടപ്പോൾ രുക്മി തകർന്നുപോയി. അതിനാൽ അയാളും ശ്യാലനാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന സുഹൃത്തു ശിശുപാലനും അവരവരുടെ ഗൃഹങ്ങളിലേക്കു മടങ്ങി. അത്യന്തം ക്ഷുബ്ധനായിരുന്ന രുക്മി സ്വന്തം നിലയ്ക്കു കൃഷ്ണനെ ഒരു പാഠം പഠിപ്പിക്കാനുറച്ചു. അനേകം ആനകളും കുതിരകളും തേരും കാലാളും ഉൾപ്പെടുന്ന സുസജ്ജമായ സ്വന്തം സൈന്യവ്യൂഹവുമായി അയാൾ കൃഷ്ണൻ്റെ പിമ്പെ ദ്വാരകയിലേക്കു പുറപ്പെട്ടു. തൻ്റെ അഭിമാനം പ്രകടിപ്പിക്കാനായി മടങ്ങിപ്പോരുന്ന രാജാക്കന്മാരുടെ മുമ്പിൽ അയാൾ പ്രതിജ്ഞ ചെയ്തു, എൻ്റെ സഹോദരി രുക്മിണിയെ ശിശുപാലനെ കൊണ്ടു വിവാഹം കഴിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോകാൻ കൃഷ്ണനെ അനുവദിക്കാൻ എനിക്കാവില്ല. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്.
ഞാനിതാ അങ്ങോട്ട് പോകുന്നു. സ്വയം ഒരു വലിയ സൈന്യാധിപനെന്ന ഭാവത്തിൽ എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ അയാൾ ഇങ്ങനെ ശപഥം ചെയ്തു. കൃഷ്ണനെ വധിച്ചു, അവൻ്റെ പിടിയിൽ നിന്നു എൻ്റെ സഹോദരിയെ മോചിപ്പിച്ചു. അവളെയും കൊണ്ടല്ലാതെ ഞാൻ തലസ്ഥാന നഗരിയായ കുണ്ഠിനത്തിൽ കാലു കുത്തുകയില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാനതു നിറവേറ്റുകയും ചെയ്യും. ഇങ്ങനെ ആത്മപ്രശംസ മുഴക്കിക്കൊണ്ടു അയാൾ തേരിലേറി. കൃഷ്ണനെ പിന്തുടരാൻ സാരഥിക്കു കൽപ്പന കൊടുത്തുകൊണ്ടു അയാൾ പറഞ്ഞു, ഈ നിമിഷം തന്നെ എനിക്കവനോട് പോരാടണം. ക്ഷത്രിയരോട് യുദ്ധം ചെയ്യാൻ അയാൾ കാട്ടുന്ന സൂത്രപ്പണികളുടെ പേരിൽ ഈ കാലിച്ചെറുക്കൻ്റെ അഹങ്കാരം അതിരു കടന്നിരിക്കുന്നു. ഇന്നു ഞാൻ അവനെ ശരിക്കുമൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സഹോദരിയെ തട്ടിക്കൊണ്ടു പോകാൻ ധാർഷ്ട്യം കാണിച്ച ഇവനെ എൻ്റെ കൂരമ്പുകൾ കൊണ്ട് നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട് തീർച്ച. ഇപ്രകാരം പരമ്പൊരുളായ ഭഗവാന്റെ ശക്തിയുടെ അളവിനെയും പ്രവർത്തനങ്ങളെയും കുറിച്ചു അജ്ഞനും ബുദ്ധിശൂന്യനും ആയ രുക്മി എന്ന മനുഷ്യൻ ധിക്കാരം നിറഞ്ഞ ഭീഷണികൾ മുഴക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ.